കണ്ണൂരിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ജില്ലയാണ് കണ്ണൂർ. കണ്ണൂർ ചാലാട് മണലിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് കൂടി അരുൺ പൂപ്പറമ്പ ഞങ്ങളുടെ പ്രതിനിധി കണ്ണൂരിൽ നിന്ന് നൽകുന്നുണ്ട്. പ്രധാന റോഡുകളൊക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ രാവിലെ മുതൽ തന്നെ കണ്ണൂരിന്റെ വിവിധ ഇടങ്ങളിൽ അതിശക്തമായ മഴ അനുഭവപ്പെട്ടിരുന്നു. നിലവിൽ ഇപ്പോൾ വരുന്ന വിവരം ചാലാട് മണലിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രധാന റോഡുകളൊക്കെ വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യമാണ് കണ്ണൂരിലുള്ളത്. റെഡ് അലേർട്ടാണ് കണ്ണൂരിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്ക് അരുൺ പൂപ്പറമ്പയുടെ റിപ്പോർട്ട് പരിശോധിക്കാം. അരുൺ, എവിടെയൊക്കെയാണ് കണ്ണൂരിൽ ഈ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന തരത്തിൽ മഴ തിമിർത്തു പെയ്തത്? ഏതൊക്കെ മേഖലകളിലാണ് ദുരിതം വിതച്ചിട്ടുള്ളത്? ആരൊക്കെയാണ്, ഏതൊക്കെ പ്രദേശങ്ങളിലാണ് ജനങ്ങൾ ഒറ്റപ്പെട്ടു പോയ സാഹചര്യം ഉണ്ടായിട്ടുള്ളത്? ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ടോ കണ്ണൂരിൽ? എനിക്ക് തോന്നുന്നു നാളെയും കണ്ണൂരിൽ ഒരുപക്ഷെ റെഡ് അലേർട്ട് തുടരാനുള്ള സാഹചര്യവും മുന്നിൽ കാണാം, അല്ലേ? ഗോപികൃഷ്ണൻ, കണ്ണൂരിൽ രാവിലെ അതിശക്തമായ മഴയുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് ചാലാട് മണൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. നമ്മൾ രാവിലെ കണ്ണൂർ നഗര പ്രദേശത്തിന് സമീപത്തുള്ള തളാപ്പ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി റോഡിൽ ഉൾപ്പെടെയുള്ള വെള്ളക്കെട്ട്, അവിടുന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്ന ചാലാട് മണലിലും സമാനമാണ് സാഹചര്യം. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. നിരവധി വീടുകളിലാണ് വെള്ളം കയറിയത്. ഈ പാത പ്രധാനപ്പെട്ട ഒരു പാതയാണ്. ആ റോഡ് പൂർണ്ണമായും തന്നെ വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥയാണ്. ആ വീടുകളുടെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് പോകാം. ഇവിടെ നിരവധി കുടുംബങ്ങളെ ഇതിനകം തന്നെ മറ്റ് ബന്ധുവീടുകളിലേക്കൊക്കെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അവിടെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വീടുകളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. ഈ പ്രദേശത്ത് തന്നെ ഏകദേശം 30ഓളം വീടുകളിൽ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായോ വെള്ളം കയറിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവിടുന്ന് രാവിലെ തന്നെ ആൾക്കാർ, അഗ്നിരക്ഷാസേനയും നാട്ടുകാരൊക്കെ ചേർന്ന് ഇവിടുന്ന് ആൾക്കാരെ ഇവിടുന്ന് പ്രധാനപ്പെട്ട സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പ് ഇതുവരെ തുറന്നിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം റോഡിൽ എത്രത്തോളം വെള്ളമുണ്ട് എന്ന കാര്യം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതൊരു പ്രധാനപ്പെട്ട പാതയാണ്. അവിടെയാണ് ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. ഈ മഴയ്ക്ക് അല്പം ശമനം ഉച്ചയ്ക്ക് ശേഷം കണ്ണൂരിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ വെള്ളം പൂർണ്ണമായും ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. പ്രധാന റോഡുകളിലൊക്കെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ്. ഇതിന് ചുറ്റും, അതായത് ഈ റോഡിന് ഇരുവശങ്ങളായിട്ടാണ് വീടുകളുള്ളത്. ആ വീടുകളിലേക്കാണ് വെള്ളം കയറിയത്. ഇത് കൃഷിയിടങ്ങളിലൊക്കെ നമുക്ക് കാണാം. ആ കൃഷിയിടങ്ങളിലേക്കൊക്കെ ഇവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ജനജീവിതം ദുസ്സഹം എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാം. അങ്ങോട്ട് പോയാലും അവിടെ ഈ ഇടറോഡുകളിലൂടെയുള്ള അതിന് ഇരുവശങ്ങളിലുള്ള വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ മാത്രം ഏകദേശം 30ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ടിന് അതായത് റെഡ് അലേർട്ട് എന്താണ്, അതിന് സമാനമായ മഴ തന്നെ എന്തായാലും പെയ്തിട്ടുണ്ട്. അതിതീവ്രമായിട്ടുള്ള മഴയാണ് കണ്ണൂർ ജില്ലയിൽ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും ഒക്കെയായി പെയ്തത്. അതിനിടെയാണ് ഇത്തരം സംഭവങ്ങൾ. പ്രധാനമായും നഗരപ്രദേശത്ത് തന്നെ രൂക്ഷമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ രാവിലെ അത് കണ്ടതാണ്. മലയോര മേഖലയിലും സമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിരവധി കൃഷിയിടങ്ങളൊക്കെ നശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ ഇടങ്ങളിൽ വെള്ളം കയറി, അതായത് പ്രധാനപ്പെട്ട പുഴകളൊക്കെ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് അതിൻ്റെ തീരത്തുള്ള കൃഷിയിടങ്ങളിൽ, വീടുകളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ അവിടെ നിന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിടും. ഇവിടെ നിരവധി വീടുകളിൽ വെള്ളം കയറിയല്ലേ? വെള്ളം കയറിയിട്ടുണ്ട്. എന്താണ് സാഹചര്യം? രാവിലെ മുതൽ തന്നെ കൊല്ലമുള്ള ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. കൊല്ലത്തിൽ ഇങ്ങനെ 2-3 ദിവസം ഇവിടെ വെള്ളം കയറും. എന്താണ് ഇവിടെ വെള്ളം കയറാനുള്ള കാരണം? വെള്ളം കയറാനുള്ള കാരണം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇവിടെ കാലാകാലമായിട്ട് വെള്ളം ഒഴുകിപ്പോകുന്ന കടലിലേക്ക് പോകുന്ന കടലിൻ്റെ ഭാഗമാണ്, കടലിലേക്ക് പോകുന്ന തോടാണ്. കടലിൽ വെള്ളം എടുക്കാണ്ടിരിക്കുമ്പോൾ വെള്ളം ഇവിടെ ബ്ലോക്കാവും. അപ്പോൾ വെള്ളം കയറും. ആൾക്കാരൊക്കെ സുരക്ഷിതരല്ലേ? ആൾക്കാരൊക്കെ സുരക്ഷിതമാണ്, അതിൽ പ്രശ്നമില്ല. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ റെഡ് അലേർട്ടാണ്. പലയിടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ റോഡിൽ വെള്ളം കയറിയ സാഹചര്യവും ഉണ്ട്. അതാണ് അരുൺ പൂപ്പറമ്പയുടെ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.